ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് പതിവുപോലെ മൈജിയുടെ ഡെലിവറി വണ്ടി തന്നെയായിരുന്നു. അപ്പൊ നേരെ ചെന്നു നമ്മുടെ കുട്ടനെ എടുത്തു, വണ്ടി എടുത്ത് നേരെ നമുക്ക് ആദ്യത്തെ പരിപാടി ഗോഡൗണിലോട്ട് പോകാൻ. അത് കഴിഞ്ഞിട്ടിരിക്കുന്ന ആലപ്പുഴയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ ഗോഡൗണിൽ പോയി എല്ലാ സാധനങ്ങളും ഇറക്കി വണ്ടി കാലിയാക്കി പടുതായി മുടക്കി വെച്ചിട്ട് നേരെ വണ്ടി എടുത്ത് നമ്മൾ എ സി റോഡിൽ കൂടെ ആലപ്പുഴയ്ക്ക് വിട്ടു. അങ്ങനെ ആലപ്പുഴ മൈജിയുടെ ഫ്രണ്ട് ചെന്നു ഗൈസ്. അവിടെ ചെന്ന് എൻ്റെ വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറി. അതിനകത്ത് കയറി ബൾബ് കൊണ്ട് ഒരു കൊട്ടാരം തന്നെ അവർ പണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഗൈസ്, ഇതാണ് ആലപ്പുഴ മൈജിയുടെ അകത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. എല്ലാം ഒരു ഒറ്റ നിരയിലായിട്ട് ഒരു ചെറിയൊരു തട്ട് പോലെ മണ്ടയ്ക്ക് കൊണ്ട് അങ്ങനെയാണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ നാളിറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു നേരെ ഗോഡൗണിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. നേരെ ഗോഡൗണിൽ പോയി നമ്മൾ ആ ഫ്രിഡ്ജൊക്കെ കെട്ടിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു പോരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മുടെ ആലപ്പുഴ എ സി റോഡിൽ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ സംഭവം പണിയുന്നതുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് അവിടെ മാത്രമുണ്ട്. ബാക്കി ബ്ലോക്കൊന്നും ഇല്ല. പടിപൊളിയായിട്ട് നമുക്ക് പോകാം. അത് കഴിഞ്ഞ് നേരെ ഞാൻ മുത്തൂര് വന്നപ്പോൾ നമുക്കൊരു ഫ്രിഡ്ജ് കയറ്റാനുള്ളതായിരുന്നു. ആ ഫ്രിഡ്ജും കയറ്റിയിട്ട് ഞാൻ നേരെ കടയിൽ പോയിട്ട് നമുക്ക് ഇന്നത്തേനുള്ള ബാക്കി കൂടകളെല്ലാം അടുക്കി കയറ്റി. എന്നിട്ട് ആദ്യത്തെ ഡെലിവറി നമ്മുടെ പുഷ്പേരിയിലായിരുന്നു. പുഷ്പേരിയുടെ പുറകിൽ പോയി ഒരു ഡെലിവറി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും മഴ ചെയ്തു. പടുത ഇടേണ്ട വന്നു. പടുത നല്ലതായിട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരു ഡെലിവറി നമ്മുടെ മഞ്ഞാടിയിലുണ്ടായിരുന്നു. മഞ്ഞാടിയിൽ പോയി ആ ഡെലിവറിയും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ചെന്നൈയുടെ അകത്തൊരു വീട്ടിലേക്ക് പോയി. അവിടെ ഇങ്ങനെയായിരുന്നു ഗൈസ്. അവിടെ ചെന്നപ്പോൾ കാഴ്ച ഇത് വേറൊന്നുമല്ല, കനാലിൻ്റെ ഒരു പൈപ്പാണ്. അത് കാരണം കൊച്ചുണ്ടി മാത്രമോടെ കയറി പുത്തണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയി നമ്മുടെ ആവശ്യത്തിനുള്ള ഇന്ധനം വണ്ടിക്കകത്ത് അങ്ങ് നിറച്ചു. എന്നിട്ട് നമുക്ക് പോകാനുള്ളത് നിരണത്തായിരുന്നു. അങ്ങനെ നിരണത്തോട്ട് പോയി. ആ പോകുന്ന വഴിക്ക് നല്ല മഴ കാരണം നല്ല ആറൊക്കെ കവിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആറിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയി ഒരു കടയിലേക്കായിരുന്നു കൊടുക്കാറുണ്ടായിരുന്നത്. ഒരു ഹോട്ടലിലായിരുന്നു. അവിടുന്ന് വേറെ ചായയൊക്കെ കുടിച്ചു. അവിടുന്ന് തന്നെ ചായ കുടിച്ചിട്ട് നേരെ വണ്ടി കൊണ്ട് നമ്മുടെ എക്സ്ചേഞ്ച് സാധനങ്ങളാക്കാനായിട്ട് മുത്തൂരോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വണ്ടി കൊണ്ട് ഷെട്ടിട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിരുന്നു. അപ്പോൾ ഓക്കെ ബൈ.